ഇ.പി. ജയരാജനുമായി കരാറിലേർപ്പെടാതെ DC ബുക്സ് ഒരു കാരണവശാലും ഇ.പിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാവില്ല എന്ന സാമാന്യ യുക്തിയെപ്പോലും മറച്ചു പിടിച്ചുകൊണ്ട് എത്ര ഭംഗിയായിട്ടാണ് ഇയാൾ അണികളെ വിഡ്ഢികളാക്കുന്നതെന്ന് കേട്ടുനോക്കാം. നമ്മുടെ മാധ്യമങ്ങളുടെ വിവാദങ്ങളുടെ കാര്യം എടുക്കുമ്പോഴാണ് ഇപ്പൊ ഈ അടുത്ത ദിവസം വന്നൊരു വിവാദമില്ലേ, ഇതിന്റെ ഇടക്ക് അങ്ങ് പറഞ്ഞു പോവുകയാണ് ഞാൻ. ഇ.പി. ജയരാജന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വാർത്ത പ്രകാശനം ചെയ്യുന്നു. ഒരാളൊരു പുസ്തകം എഴുതിയാല് ആ പ്രകാശന ചടങ്ങിൽ അയാൾ വേണ്ടേ, അല്ലെങ്കിൽ അയാൾ അറിയണ്ടേ? അങ്ങനെ പ്രകാശന ചടങ്ങ് ഉണ്ടെന്നെങ്കിലും അയാൾ അറിയണ്ടേ? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വിവാദങ്ങളായിട്ട് വരുന്നതെന്നാണ് നോക്കുന്നത്. ജയരാജൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്. ഞാനൊരു ആത്മഹത്യ എഴുതുന്നുണ്ടെന്നുള്ളത് ശരിയാണ്, അത് ആർക്കും കൊടുത്തിട്ടില്ല, ആരെയും പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല, ഒരു പ്രസിദ്ധീകരണശാലയുമായി കരാർ ഒപ്പിട്ടിട്ടില്ല. പുസ്തകം എഴുതുന്നു കേട്ടതുകൊണ്ട് ചില പ്രസാധകർ എന്നെ സമീപിച്ചിരുന്നു, എഴുതി തീരട്ടെ നമുക്ക് ആലോചിക്കാന്നാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. സാധാരണഗതിയിൽ എഴുതിയാളില്ലാതെ ഒരു പ്രകാശനം മറ്റെന്തെങ്കിലും സംഭവിച്ചു പോയ ആൾക്കും കേട്ടോ, സാധാരണ ആൾക്ക് ഇതല്ലേ? ഏതെല്ലാം തരത്തിലാണ്? കൂടുതലൊന്നും പറയാനില്ല. രാത്രി പകലാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന ജീവനുള്ള വെറും ബൊമ്മകളായിട്ടാണോ ഇയാൾ അണികളെ കാണുന്നതെന്ന ചോദ്യം മാത്രമാണ് ബാക്കി.